നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എഡിറ്റിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി. അപ്പോൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഫോട്ടോയെ കുറച്ച് ഡാർക്ക് അല്ലെങ്കിൽ മൂഡി ആയിട്ട് എഡിറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് ലൈറ്റ്റൂം മൊബൈൽ എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ലൈറ്റ്റൂം ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ലൈറ്റ്റൂം സെർച്ച് ചെയ്യുക. അതിനുശേഷം ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ അതിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ ഇതാ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫോട്ടോയെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡാർക്ക് ആക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് എക്സ്പോഷർ ജസ്റ്റ് ഒന്ന് കുറയ്ക്കുകയാണ്. അപ്പോൾ എക്സ്പോഷർ ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കോൺട്രാസ്റ്റ് ഞാൻ കൂട്ടുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു 50ഒക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് കോൺട്രാസ്റ്റ്. ഹൈലൈറ്റും കുറച്ചൊന്ന് കുറയ്ക്കുകയാണ്. ഒരു -10, -11 സെറ്റ് ചെയ്തേക്കുന്നത്. ഷാഡോയും കുറച്ചൊന്ന് കുറയ്ക്കുകയാണ്. അതും -10 സെറ്റ് ചെയ്തു. പിന്നെ വൈറ്റ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ആ ലൈറ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ഒന്ന് കൂട്ടിയാണ്. അത് ഒരു 5, 4, 6 സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ബ്ലാക്കും കുറച്ചൊന്ന് കുറയ്ക്കുകയാണ്. ഒരു -7. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഒന്ന് ഡാർക്കായിട്ടുണ്ട്. ഞാൻ ബിഫോർ ആഫ്റ്റർ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബിഫോർ, ഇത് ആഫ്റ്റർ. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കർവ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇനി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വലത് സൈഡിൽ മുകളിലായിട്ട് കർവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് ഒരു കുഞ്ഞൊരു കർവാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇടത് സൈഡിൽ താഴെയുള്ള പോയിൻ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിലോട്ടാക്കിയാണ്. അത് കഴിഞ്ഞിട്ട് ടോപ്പിലുള്ള ഒരു പോയിൻ്റ് കുറച്ചൊന്ന് താഴോട്ടാക്കിയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു പോയിൻ്റ് ആഡ് ചെയ്തിട്ട് കുറച്ച് താഴോട്ടാക്കി. അത് കഴിഞ്ഞിട്ട് ടോപ്പിൽ ഒരു പോയിൻ്റ് ആഡ് ചെയ്തിട്ട് കുറച്ചൊന്ന് മുകളിലോട്ടാക്കി. അപ്പോൾ കണ്ട ജസ്റ്റ് ഒരു ചെറിയൊരു എസിൻ്റെ ഷേപ്പ് പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കർവും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഡണ്ണ് കൊടുത്തു. ഇനി നമ്മൾ പോകുന്ന ഓപ്ഷൻ ഏതെന്ന് വെച്ചാൽ കളറിലോട്ടാണ്. അപ്പോൾ കളറിൽ വന്നിട്ട് ഞാൻ ടെമ്പറേച്ചർ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഒരു 10 സെറ്റ് ചെയ്തത്. എന്ന് വെച്ചാൽ ആ ലൈറ്റിൻ്റെ ഒരു മഞ്ഞ കളർ നല്ല ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. വൈബ്രൻസ് കുറച്ചൊന്ന് കുറച്ച് കൊടുക്കണം. അതൊരു -10 സെറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പോകുന്ന മിക്സിലോട്ടാണ്, കളർ മിക്സിലോട്ട്. അത് വലത് സൈഡിൽ മുകളിൽ കിടക്കുന്ന ആ ഓപ്ഷൻ, മിക്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ കളർ ഇൻഡിവിജ്വലായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ചുവപ്പ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ലൂമിനൻസ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഒരു -10 to +15. സാച്ചുറേഷനും കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഒരു +5 or 6, +5. ഹ്യൂ ഒരു +25 കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓറഞ്ച് കളറിലോട്ട് പോയി. ഓറഞ്ച് കളറിൻ്റെ ലൂമിനൻസ് കുറച്ചൊന്ന് കൂട്ടിയാണ്. ഒരു +20 കൊടുത്തു. സാച്ചുറേഷനും കുറച്ച് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഒരു +10 ഇടാം. അത് കഴിഞ്ഞിട്ട് ഹ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കുറയ്ക്കുകയാണ്. ഒരു -5 or 6, -7. അതൊക്കെ കുഴപ്പമില്ല. പിന്നെ യെല്ലോ കളർ എടുത്തു. അതിലെ ലൂമിനൻസും കുറച്ചൊന്ന് കൂട്ടിക്കൊടുത്തു. ഒരു 15 ഇടാം. സാച്ചുറേഷന് കുറച്ചൊന്ന് കൊടുക്കുകയാണ്. ഒരു +10 കൊടുക്കുകയാണ്. പിന്നെ ഹ്യൂ ഞാൻ കുറയ്ക്കുകയാണ്. ഒരു -15. അപ്പോൾ ഈ 3 കളർ ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡൺ കൊടുത്തു. അപ്പോൾ ഈ കളർ കറക്ഷനെ പറ്റിയിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അല്ലെങ്കിൽ മുകളിൽ എവിടെയെങ്കിലും ഇപ്പോൾ വരും. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളർ കറക്ഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ കളർ കറക്ഷനൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് എഫക്റ്റിലോട്ടാണ്. എഫക്റ്റിനകത്ത് നമ്മൾ ക്ലാരിറ്റി ഒരു 25 കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഡീഹേസ് ഒരു 5 +5 സെറ്റ് ചെയ്യുന്നത്. പിന്നെ വിന്നിയേറ്റ് ഒരു -20 കൊടുക്കുന്നത്. -20. എന്നിട്ട് ഫെദറും നമ്മൾ 100 ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ എഫക്റ്റിനകത്ത് ഒരു സംഭവം കൂടെ ഉണ്ട്. അതായത് സ്പ്ലിറ്റ് ടൂൺ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ വല സൈഡ് മുകളിലായിട്ട് സ്പ്ലിറ്റ് ടൂൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹൈലൈറ്റിലെയും ഷാഡോയിലെയും കളർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഈ ഹൈലൈറ്റിലുള്ള കളർ നമുക്ക് മാറ്റണമെങ്കിൽ ഈ കളർ സ്പെക്ട്രത്തിനകത്ത് എവിടെയെങ്കിലും നമ്മുടെ ഈ പോയിൻ്റ് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ആ പോയിൻറ്റിലുള്ള കളർ നമ്മൾ ഹൈലൈറ്റിൽ വരും. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഓറഞ്ച് ചുവപ്പിന് ഇടയ്ക്കൊന്ന് ഫിക്സ് ചെയ്യാണിത്. ഓക്കെ,
അത് കഴിഞ്ഞിട്ട് ഷാഡോയുടെ കളർ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ കുറച്ചൊരു നീല ട്യൂൺ കൊണ്ടുവരാനാണ് നോക്കുന്നത്. ഒരുപാട് നീലയില്ല, ജസ്റ്റ് ഒരു പൊടിക്ക്. എനിക്കിത് മതി. അപ്പോൾ സ്പ്ലിറ്റ് ട്യൂണും സെറ്റായിട്ടുണ്ട്. അത് ഡണ്ണും എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അതിനകത്ത് നമ്മൾ നോയ്സ് റിഡക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോയ്സ് റിഡക്ഷനിൽ ഞാനൊരു +25 ഒക്കെയാണ് കൊടുക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നോയ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഫോട്ടോയിലെ നോയ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ അതേ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ ബിഫോറും ആഫ്റ്ററും ഒന്ന് കാണാം. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ എൻ്റെ ഫോട്ടോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ മതി. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഉല്ലാസം ഓൺലൈൻ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.